ഈ പ്രസന്റേഷനിൽ നമ്മൾ ഒരു സർക്കിളിന്റെ ഏരിയ ഇന്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റീസൺ എന്താന്ന് വെച്ചാൽ ഇത് ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള 6 മാർക്സിന്റെ ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോബ്ലം നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ഏരിയ ഓഫ് എ സർക്കിൾ, ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആകുന്നത് എങ്ങനെ. ഏരിയ ഓഫ് എ സർക്കിൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. 6 റേഡിയസ് ആണെങ്കിൽ ആ സർക്കിളിന്റെ ഏരിയ πr² ആണെന്ന് ഞങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ എന്ന്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഈ ചാപ്റ്ററിലെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഇൻക്ലൂഡ് ചെയ്തത്? അപ്പൊ അതിന്റെ ഉത്തരം അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ ചാപ്റ്ററിലെ ഇന്റഗ്രേഷന്റെ ഒരു അപ്ലിക്കേഷൻ എന്ന നിലയിൽ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3 ഫോർമുലാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിന്റെ തിയറിയെ കുറിച്ചൊന്നും ഡീപ്പായിട്ട് പഠിക്കുന്നില്ല. മാത്രമല്ല ആ തിയറി ഉപയോഗിച്ചിട്ട് ഡെവലപ്പ് ചെയ്ത കാര്യം ശരിയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാനും പറ്റുന്നുണ്ടാവില്ല. അവിടെയാണ് ഇങ്ങനെയൊരു ക്വസ്റ്റ്യന്റെ ഇമ്പോർട്ടൻസ്. സാധാരണഗതിയിൽ ഒരു പുതിയ ഫോർമുല ഒരു സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആദ്യം ചെക്ക് ചെയ്യുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ച കാര്യങ്ങൾ തന്നെയാണോ കിട്ടുന്നത് എന്ന് നോക്കും. ഇവിടുത്തെ കേസിലാണെങ്കിൽ ഇന്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പം സർക്കിളിന്റെ കേസിൽ ഓൾറെഡി അറിയാവുന്ന ഏരിയയായ πr² ഈ ഇന്റഗ്രേഷൻ യൂസ് ചെയ്താലും കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സോ അത് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ച് നിങ്ങൾക്കത് ബോധ്യം വരുത്തുക. അതാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാനും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആക്കി മാറ്റാനുമുള്ള ഒരു റീസൺ. സോ നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിലേക്ക് പോകാം. ഞാനിവിടെ ഒരു സർക്കിള് കൺസിഡർ ചെയ്യാണ്. ഈ സർക്കിളിനെ ഞാൻ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 പാർട്സിന്റെയും പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് ഈക്വൽ പാർട്സ് ആണ്. അതെങ്ങനെ ഉറപ്പുവരുത്താം? ഞാൻ നമ്മളെ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, കോർഡിനേറ്റ് ആക്സിസ് എടുക്കുന്നു. അതിൽ ഒറിജിൻ നമ്മളെ സർക്കിളിന്റെ സെന്റർ ആയിട്ട് വരുന്ന രീതിയിൽ സർക്കിൾ കൊണ്ടുപോയി വെക്കുന്നു. ഇവിടെ കാണുന്ന ഈ വെർട്ടിക്കൽ ലൈൻ വൈ ആക്സിസ് ആണ്, ഈ ഹൊറിസോണ്ടൽ ലൈൻ എക്സ് ആക്സിസ് ആണ്, ഈ പോയിന്റ് ഒറിജിൻ ആണ്. ഇതിന്റെ റേഡിയസ്
ആർ ആണ്, സ്മോൾ ലെറ്റർ ആർ ആണ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ 1 2 3 4 മാർക്ക് ചെയ്തിരിക്കുന്ന സർക്കിളിന്റെ ഓരോ പാർട്ടും ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആയിരിക്കും ഇൻ ദി സെൻസ് അതിൻ്റെയൊക്കെ ഏരിയ ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് സർക്കിളിന്റെ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിന്റെ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ 4 ടൈംസ് ചെയ്താൽ മതി. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഏരിയ ഓഫ് ദി സർക്കിൾ കിട്ടും. ഞാനിത് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം നമുക്ക് നമ്മളെ ഇന്റഗ്രേഷനിൽ ഈ ഏരിയ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച 3 ഫോർമുലാസിൽ ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യാൻ പറ്റണം. ആ ഒരു കേസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. സെൻറ്റർ 0 0യും റേഡിയസ് 6ഉം ആയിട്ടുള്ള ഒരു സർക്കിളിന്റെ ഇക്വേഷൻ, അത് x² + y² = r² എന്നതാണ്. ഈ ഫോർമുല നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. x² + y² = r² എന്നതാണ് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ having radius r with center at 0 0. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ സർക്കിളിനെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഫസ്റ്റ് പാർട്ട്, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന സർക്കിളിന്റെ പാർട്ട്, ഈ പാർട്ടിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ആ ഇക്വേഷൻ എന്താണ് എന്ന് കിട്ടാൻ നമുക്ക് തൊട്ടു മുന്നേ നമ്മൾ സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടതിൽ നിന്നും നമുക്ക് അവിടെ നിന്ന് ആ പോസിറ്റീവ് ക്വാഡ്രന്റിൽ വരുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന സർക്കിളിന്റെ പാർട്ടിന്റെ ആ ഒരു കർവ്, അതിന്റെ ഇക്വേഷൻ കിട്ടും. ഇവിടെ ഈ ഇക്വേഷനിൽ x² + y² = r² എന്ന ഇക്വേഷൻ അത് ഒരു ഫംഗ്ഷൻ അല്ല. ഒരു ഫംഗ്ഷന്റെ ഫോം എന്താന്ന് വെച്ചാൽ y = some function of x, അങ്ങനെയായിരിക്കും ഒരു ഫംഗ്ഷന്റെ ഫോം. അപ്പൊ നമുക്ക് ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫംഗ്ഷൻ വേണം. അപ്പൊ ഇവിടെ സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അതൊരു ഫംഗ്ഷൻ അല്ല. ഫംഗ്ഷന്റെ പ്രത്യേകത നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ ഫിഗർ എന്നാണെങ്കിൽ ആ ഫിഗറിൽ നമ്മൾ y ആക്സിസിന് പാരലൽ ആയിട്ട് ആ ഫിഗറിൽ എവിടെ ലൈൻ വരച്ചാലും ആ ലൈന് നമ്മുടെ ഫിഗറിനെ ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ഫംഗ്ഷൻ അല്ല. അതായത് ഒരു വെർട്ടിക്കൽ ലൈൻ നമ്മൾ വരച്ച ഫിഗറിനെ ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ ടച്ച് ചെയ്താൽ ആ ഫിഗർ ഫംഗ്ഷൻ അല്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഈ സർക്കിളിൽ എവിടെ വെർട്ടിക്കൽ ലൈൻ വരച്ചാലും, ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ ഇവിടെയും ഇവിടെയും 2 പോയിന്റ്സിൽ ഇത് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു ഫംഗ്ഷൻ അല്ല. ഇത് ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യാവൂ, ഒന്നിലധികം പോയിന്റ്സിൽ ടച്ച് ചെയ്യാൻ പാടില്ല എന്ന കണ്ടീഷൻ വെക്കണം.
അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഇക്വേഷന് y സ്ക്വയർ ഈക്വൽ ടു ഈ എക്സ് സ്ക്വയറിനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത് y സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് കിട്ടുക. ഇവിടെ yക്ക് രണ്ട് വാല്യൂസ് ഉണ്ട്. ഇപ്പൊ രണ്ട് വാല്യൂസ് yക്ക് വന്നാൽ അത് ഫംഗ്ഷൻ അല്ല എന്നാണ് അർത്ഥം. അതായത് ഒന്ന് ഇവിടുത്തെ പോയിന്റ് ആയിരിക്കും, ഒന്ന് ഈ താഴെ കാണുന്ന പോയിന്റ് ആയിരിക്കും. അപ്പൊ അതിൽ ഒരു പാർട്ട് മാത്രം വന്നാലേ ഉള്ളൂ നമ്മളുടെ ഫംഗ്ഷൻ ആകുള്ളൂ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാല് അതിലത്തെ നെഗറ്റീവ് ഒഴിവാക്കിയിട്ട് y ഈക്വൽ ടു റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എടുക്കുന്നു. നമുക്ക് കിട്ടുന്നത് y ആക്സിസിന് മുകളിലുള്ള പാർട്ടാണ്. ഞാൻ അതിനെ കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള പാർട്ട് മാത്രമാക്കി എടുക്കുന്നു. അതാണ് ഈ ഫിഗർ. അതായത് നമ്മുടെ സർക്കിളിന്റെ 4/1 ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രം വരുന്ന പാർട്ട്. ഇവിടെ ഈ സർക്കിളിന്റെ ഈ ഭാഗം, ഇതാണ് സർക്കിളിന്റെ ഭാഗം. ഈ റെഡ് കളറിൽ കാണുന്ന ഭാഗം മാത്രമാണ് സർക്കിളിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള പാർട്ട്. അതിന്റെ ഇക്വേഷൻ അപ്പോൾ എന്തായിരിക്കും? y ഈക്വൽ ടു റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യേണ്ട ആ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ കിട്ടി. ഇത് നിങ്ങളെ എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിന് ഈ പോയിന്റിൽ ഗ്രാഫ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റ് എക്സ് ഈക്വൽ ടു 0 ആണ്. എക്സ് ഈക്വൽ ടു 0ലുള്ള ഓർഡിനേറ്റ് ആണ് ഇത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ, ഈ 1 നിൽക്കുന്ന കംപ്ലീറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? That is area bounded by the function y equal to root r square minus x square and the ordinate at x equal to 0. ഇപ്പൊ x equal to a പറഞ്ഞാൽ x equal to b വേണം. അപ്പൊ ഇത് മുതൽ ഇതുവരെയാണ്. നമുക്കറിയാം ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത് റേഡിയസ് ആണ്. അത് r ആണ്. അപ്പൊ ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ r ആയിരിക്കും. അപ്പൊ നമ്മള് ചെയ്യേണ്ടത് ഏരിയ ബൗണ്ടഡ് ബൈ ദിസ് കർവ് വിത്ത് ദി എക്സ് ആക്സിസ് ആൻഡ് ദി ഓർഡിനേറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു r. അത്രയും ചെയ്താൽ നിങ്ങൾക്ക് സർക്കിളിന്റെ ഒരു പാർട്ട് കിട്ടും. സർക്കിളിനെ 4ആയി ഡിവൈഡ് ചെയ്തതിന്റെ ഒരു പാർട്ട് കിട്ടും. അതിനെ 4 ടൈംസ് ചെയ്താൽ നിങ്ങൾക്ക് ഏരിയ ഓഫ് സർക്കിൾ കിട്ടും. ഈ രീതിയിലാണ് നമുക്ക് ഏരിയ ഓഫ് സർക്കിൾ ഈ ഇന്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതാണ് നിങ്ങളെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഏരിയ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ യൂസിങ് ഇന്റഗ്രേഷൻ. അപ്പൊ ഇതെല്ലാം നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. സോ നമ്മളെ ഫോർമുല അപ്ലൈ ചെയ്യാണ്. ഫോർമുല ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ a to b y dx എന്നാണ്. a 0 ആണെന്ന് കിട്ടി, b സ്മോൾ r ആണെന്ന് കിട്ടി. ഇപ്പൊ ഏരിയ എന്ന് പറയുമ്പം ഇന്റഗ്രൽ 0 to r, yക്ക് എന്ത് കൊടുക്കാം? y റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇതിപ്പോ ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. ഈ ഇന്റഗ്രല് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ ഇന്റഗ്രേഷന്റെ സെക്ഷനിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. അത് ഡിസ്കസ് ചെയ്യാത്തതിന്റെ കാരണം ഇവിടെ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നതുകൊണ്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചാണ്. അവിടെ ആ പാർട്ടിലാണ് ചോദിക്കുന്നതെങ്കിലും ഇതേ മെത്തേഡ് തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇപ്പൊ ഈ ടൈപ്പ് പ്രോബ്ലം, അതായത് ഈ ടൈപ്പ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇന്റഗ്രലിന്റെ അകത്ത് റൂട്ട് ഒരു കോൺസ്റ്റന്റിന്റെ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ,
സ്ക്വയർ റൂട്ടിന്റെ അകത്ത് ഒരു കോൺസ്റ്റന്റ് സേ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതിന് ഒരേ ഒരു മെത്തേഡേ ഉള്ളൂ. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ എക്സിനെ നിങ്ങൾ ഇവിടെ എന്താണോ കോൺസ്റ്റന്റ് ആ സ്ക്വയർ ഒഴിവാക്കിയിട്ടുള്ള ആ പാർട്ട് ദാറ്റ് ഇൻറ്റു സൈൻ തീറ്റ എന്ന് കൊടുക്കുക. അതായത് റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണെങ്കിൽ എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് കൊടുക്കുക. റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് കൊടുക്കുക. റൂട്ട് ബി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണെങ്കിൽ എക്സ് ഈക്വൽ ടു ബി സൈൻ തീറ്റ എന്ന് കൊടുക്കുക. ഇവിടെ സൈൻ തീറ്റ കൊടുത്താലും കോസ് തീറ്റ കൊടുത്താലും നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പൊ ഇവിടെ എക്സ് ഈക്വൽ ടു ആർ സൈൻ തീറ്റയാണ് ഞാൻ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ആർ കോസ് തീറ്റ വെച്ച് ട്രൈ ചെയ്യാം, ഇതുപോലെ തന്നെ വരും. എക്സ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടെ വേരിയബിൾ തീറ്റയാണ്, അപ്പം വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഡി എക്സ് ബൈ ഡി തീറ്റ ഈക്വൽ ടു ഇതിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആറ് കോൺസ്റ്റന്റ് ആണ്. സോ ആറിന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ പിന്നെ സൈൻ തീറ്റയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. സൈൻ തീറ്റേന്റെ ഡെറിവേറ്റീവ് കോസ് തീറ്റയാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടി ഡി എക്സ് ബൈ ഡി തീറ്റ ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്ന്. നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ഫോർമുലയിൽ ഡി എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവിടെ നിന്ന് താഴെയുള്ള ഡി തീറ്റയെ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡി എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ഡി തീറ്റ എന്ന് കിട്ടും. ഇത് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആയതുകൊണ്ട് ഇവിടെ വേരിയബിള് എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങളെ ഇന്റഗ്രേഷന്റെ ലിമിറ്റ്സ് എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു ആർ വരെ പോകുന്നു എന്നാണുള്ളത്. അപ്പൊ നിങ്ങൾ ഇപ്പം വേരിയബിൾ മാറ്റാൻ പോവുകയാണ്. എക്സ് മാറ്റിയിട്ട് എക്സിന് പകരം നിങ്ങൾ ആർ സൈൻ തീറ്റ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് ഡി എക്സ് മാറി ഡി തീറ്റയാകും. അപ്പൊ അങ്ങനെ മാറ്റുന്ന സമയത്ത് ഇവിടെ എക്സിന്റെ വാല്യൂസിന് പകരം തീറ്റയുടെ വാല്യൂസ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ അതിനു വേണ്ടിയിട്ട് എക്സ് 0 ആകുമ്പം തീറ്റ എന്താണ് എന്ന് കണ്ടുപിടിക്കണം. അതുപോലെ എക്സ് ആർ ആകുമ്പോൾ തീറ്റ എന്താണ് എന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. വെൻ എക്സ് ഈക്വൽ ടു 0 നമ്മളെ സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന ഫോർമുലയിൽ നിങ്ങൾ എക്സിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 0 ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് കിട്ടും. ആർ റേഡിയസ് ആണ്. റേഡിയസ് ഒരിക്കലും 0 ആക്കില്ല. സോ ഒരു പ്രോഡക്റ്റ് 0 ആവണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 ആവണം. ആർ 0 അല്ലാത്തത് കൊണ്ട് സൈൻ തീറ്റ 0 ആയിരിക്കും. നമുക്കറിയാം സൈൻ 0 ആണ്, അതുകൊണ്ട് തീറ്റ 0 ആയിരിക്കും. ഇനി എക്സ് ആർ ആകുമ്പോൾ തീറ്റ എന്തായിരിക്കും എന്ന് നോക്കാം. നേരത്തെ നമ്മൾ കണ്ട എക്സിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് എക്സ് ഈക്വൽ ടു ആർ സൈൻ തീറ്റയിൽ എക്സിന് ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ആർ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് കിട്ടും. രണ്ട് സൈഡിലും ആർ ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഇസ് 1 ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് കിട്ടും. നിങ്ങൾക്കറിയാം സൈൻ 90 1 ആണ്. സൈൻ 90 എന്ന് പറഞ്ഞാൽ സൈൻ π/2. From this we get theta equal to
π/2. ഇപ്പോൾ പുതിയ ലിമിറ്റ്സ് ഓഫ് ഇൻറ്റഗ്രേഷൻ, അതായത് എക്സ് എന്ന വേരിയബിളിന് തീറ്റ എന്ന വേരിയബിളിലേക്ക് ഇൻറ്റഗ്രേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രേഷനും ചേഞ്ച് ചെയ്ത് പുതിയ ലിമിറ്റ്സ് തീറ്റ ഈക്വൽ ടു 0 ആൻഡ് തീറ്റ ഈക്വൽ ടു π/2 എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഏരിയയുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഏരിയ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ലിമിറ്റ്സ് ഇപ്പോൾ 0 ടു π/2 ആയി, റൂട്ട് r² മൈനസ് എക്സിന് നിങ്ങൾ r sin θ എന്ന് കൊടുക്കുക. ഇപ്പം r sin θ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇൻറ്റു dxന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ച r cos θ dθ എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു π/2 റൂട്ട് r² മൈനസ് ഇത് r² sin² θ എന്ന് കിട്ടും ഇൻറ്റു r cos θ dθ. ഇവിടെ ഈ റൂട്ടിൻ്റെ അകത്ത് രണ്ട് ടേംസിലും r² ഉണ്ട്. സോ നമുക്ക് r² പുറത്തേക്ക് എടുക്കാം. ദെൻ r² ഇൻറ്റു 1 മൈനസ് sin² θ എന്നായിരിക്കും റൂട്ടിനകത്ത് പിന്നീട് ഉണ്ടായിരിക്കുന്നത്. 1 മൈനസ് sin² θ നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ച ട്രിഗ്നോമെട്രിയിലെ റിസൾട്ട് ആണ്. അത് cos² θ ആയിരിക്കും. സോ ദാറ്റ് ഈസ് റൂട്ട് r² cos² θ എന്ന് കിട്ടും. റൂട്ട് r² എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് r, റൂട്ട് cos² θ എന്ന് പറഞ്ഞാൽ cos θ ഇൻറ്റു r cos θ dθ. r മൾട്ടിപ്ലൈ ചെയ്താൽ r² കിട്ടും. cos θ മൾട്ടിപ്ലൈ ചെയ്താൽ cos² θ കിട്ടും. r² നമുക്ക് ഇൻറ്റഗ്രലിന് പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് r² ഇൻറ്റഗ്രൽ 0 ടു π/2 cos² θ dθ. ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല. cos² θയ്ക്ക് ഒരു ഫോർമുല നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രിഗ്നോമെട്രിക് ഫോർമുലാസ് അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യലാണ് വേണ്ടത് എന്ന് നമ്മൾ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ പഠിച്ച സെക്ഷനിൽ പറഞ്ഞിരുന്നു. സോ അത് യൂസ് ചെയ്തിട്ട് cos² θ അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ നിങ്ങൾ cos2 θയുടെ ഫോർമുലയിൽ നിന്നാണ് അത് വരുന്നത്. cos2 θയ്ക്ക് നിങ്ങളൊരു ഫോർമുല പഠിച്ചിരുന്നു, 2 cos² θ മൈനസ് 1. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫോർമുലയാണ് cos² θ ഇസ് ഈക്വൽ ടു 1 പ്ലസ് cos2 θ/2 എന്നത്. സോ അത് cos² θ കാണുന്ന സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് r² ഇൻറ്റഗ്രൽ 0 ടു π/2 1 പ്ലസ് cos2 θ/2 dθ എന്ന് കിട്ടും. താഴെയുള്ള 2 കോൺസ്റ്റന്റ് ആണ്, നിങ്ങൾക്ക് പുറത്തേക്ക് എടുക്കാം. സോ ഇത് r²/2 ഇൻറ്റഗ്രൽ 0 ടു π/2 1 പ്ലസ് cos2 θ dθ എന്ന് കിട്ടും. ഇൻറ്റഗ്രലിൻ്റെ അകത്ത് രണ്ട് സമ്മാണ്, അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. ദെൻ ഈക്വൽ ടു r²/2 ബ്രാക്കറ്റ് ഇടുക, ഇൻറ്റഗ്രൽ 0 ടു π/2 1 ഇൻറ്റു dθ എന്ന് പറഞ്ഞാൽ dθ പ്ലസ് ഇൻറ്റഗ്രൽ 0 ടു π/2 cos2 θ dθ. ആദ്യത്തെ ഇൻറ്റഗ്രലിലെ ഇൻറ്റഗ്രൽ dθ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. അപ്പം തീറ്റ ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് π/2 പ്ലസ് cos2 θയുടെ ഇൻറ്റഗ്രൽ അത് sin 2 θ/2 ആണ്. ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് π/2. r²/2 പുറത്തുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ കോമൺ ബ്രാക്കറ്റ് ഇടണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു r²/2 തീറ്റയ്ക്ക് അപ്പർ ലിമിറ്റായ π/2 കൊടുക്കുക, മൈനസ് ഇടുക, ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 0 കൊടുക്കുക. ദെൻ π/2 മൈനസ് 0 എന്ന് കിട്ടും.
പ്ലസ് ഇടുക. സൈൻ 2 തീറ്റയിൽ തീറ്റയ്ക്ക് അപ്പർ ലിമിറ്റായ π/2 കൊടുക്കുക. ദെൻ സൈൻ 2 ഇൻറ്റു π/2 ഹോൾ ഡിവൈഡഡ് ബൈ 2 മൈനസ് ഇടുക. ലോവർ ലിമിറ്റായ 0 തീറ്റയ്ക്ക് കൊടുക്കുക. ദെൻ സൈൻ 2 ഇൻറ്റു 0 ബൈ 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഹോൾ r²/2 ബ്രാക്കറ്റ് ഇടുക. ദാറ്റ്സ് ഈക്വൽ ടു r²/2 മൈനസ് 0 പോയി പ്ലസ് സൈൻ 2π/2 ഈ 2ഉം ഈ 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദെൻ സൈൻ π/2 എന്ന് കിട്ടും. മൈനസ് സൈൻ 2 ഇൻറ്റു 0 0 സൈൻ 0/2 എന്ന് കിട്ടും. ഈ സൈൻ π എന്ന് പറഞ്ഞാൽ സൈൻ 180 അത് 0 ആണ്. അപ്പോൾ ഇത് 0 ആയിപ്പോയി. സൈൻ 0 0 ആണ്. സോ ഇതും 0 ആയിപ്പോയി. അപ്പോൾ ഈ പാർട്ട് പോയി. ബാക്കി r²/2 ഇൻറ്റു π/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് πr²/4 എന്ന് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള സർക്കിളിൻ്റെ ഏരിയ കിട്ടി. ഇനി സർക്കിളിൻ്റെ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ 4 ടൈംസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 4 ഇൻറ്റു πr²/4 എന്ന് കിട്ടും. 4ഉം 4ഉം ക്യാൻസലായി πr² എന്ന് കിട്ടി. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ആൻസർ ആണ്. അപ്പം ഇതിൽ നിന്ന് എങ്ങനെ ഇൻറ്റിഗ്രേഷൻ യൂസ് ചെയ്തിട്ട് നോൺ ഫിഗേഴ്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.